വെൽക്കം ടു ദ ക്വസ്റ്റൻ ആൻസർ സെഷൻ ഓഫ് ക്രിസ്ത്യൻ എലൈറ്റ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉദിക്കുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്രകാരമുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ആധികാരികമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരുവാൻ പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, പ്രേക്ഷകരിൽ നമുക്ക് അനേകം ചോദ്യങ്ങൾ വീണ്ടും ലഭിച്ചിട്ടുണ്ട്. അതൊന്നായിട്ട് ഈ സെഷനിൽ കൂടെ കവറപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ടൊരു ചോദ്യം, യേശു കർത്താവ് മാളിക മുറിയിൽ തന്റെ ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുന്നതിനോടനുബന്ധിച്ച ഒരു ചോദ്യമാണ്. തന്റെ കൂടെ തന്റെ 12 ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു എന്ന് ധരിക്കാം. അതിൽ പ്രാരംഭഘട്ടത്തിൽ തന്നെ യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കറിയോത്ത യൂദായെയും കാണുന്നുണ്ട്. പെസഹ ആചരിച്ച ശേഷം കർത്താവായ യേശു ക്രിസ്തു പുതിയ നിയമമായ തിരുമേശയിൽ അപ്പവും പാനപാത്രവും വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ഈ 2 ശുശ്രൂഷയിൽ അതായത് പെസഹ ശുശ്രൂഷയിലും അതിനുശേഷം തിരുമേശയിലും ഇസ്കറിയോത്ത യൂദാസ് പങ്കെടുത്തുവോ, അതോ പെസഹയിൽ മാത്രമേ സംബന്ധിച്ചുള്ളൂ? ചോദ്യകർത്താവിന്റെ ചോദ്യം അവിടെ കൊണ്ട് തീർന്നോ? ചോദ്യകർത്താവിന്റെ ചോദ്യം അതോടെ തീർന്നു. ഓക്കെ. ഈ നമ്മുടെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിന് പുറത്ത് പോയി നമ്മൾ പഠിക്കേണ്ടത് സിറ്റുവേഷൻ അനാലിസിസ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ സിറ്റുവേഷൻ അനാലിസിസ് എന്നുള്ളത്. ഒരു 2-3 സെന്റ് വാചകത്തിൽ എൻ്റെ ഒരു ചെറിയ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന സംഭവത്തിന് ഒരു ബൃഹത്തായ പശ്ചാത്തലമുണ്ട്. ഒരു പുസ്തകം എഴുതാനുള്ള കണ്ടന്റ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് പോയി അതിനെപ്പറ്റി പഠിച്ച് നല്ല സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ജൂവിഷ് സേജസ്. ഞാൻ ഇത്തരം വേദപുസ്തക സംബന്ധമായ കാര്യങ്ങളിൽ ജൂവിഷ് സേജസ് എഴുതിയ പുസ്തകങ്ങളല്ലാതെ വേറെ ആരുടെ പുസ്തകങ്ങളോട് വായിക്കത്തില്ല. കാരണം അവർ കാര്യം അന്വേഷിച്ച് പോയി അവരുടെ ഭാഷ, അവരുടെ ദേശം, അവരുടെ സംസ്കാരം, അവരുടെ പഴയ നിയമ പശ്ചാത്തലം ഇതെല്ലാം പൊരുൾ തിരിച്ച് അവരെഴുതുന്നത്. മറ്റുള്ളവർക്ക് ഇതിനെപ്പറ്റി ഒന്നും വിവരമില്ല. ഒരു ഭാവനയ്ക്കകത്തിരുന്ന് കാച്ചുക. ഭാവനയ്ക്കകത്ത് കാച്ചിയാൽ പറ്റത്തില്ല, അവിടെ പോകണം എന്താന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എനിക്ക് തോന്നുന്നൊരു 4 ലെസൺസ്, ഫുൾ ലെസൺസ് ആണ് ഈ ഒരു ടോപ്പിക്സ് ഞാൻ എൻ്റെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി പഠിപ്പിക്കുന്നത്. 4 ക്ലാസ്സസ് കൊണ്ടാണ് ഇവിടുത്തെ സംഭവങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പൗലോസ് പറയുന്ന അതിന് ശേഷം ആ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറഞ്ഞു തീർക്കണമെങ്കിൽ എനിക്ക് 4 ലെസൺസ് വേണം. ആ 4 ലെസൺസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് മാത്രം മനസ്സിലാകാൻ കഴിയുന്ന കാര്യമാണ് ഞാനിപ്പോൾ 2 മിനിറ്റ് കൊണ്ടിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആൻസർ കൺവിൻസ്ഡ് ആകുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. കാരണം സബ്ജക്റ്റ് പഠിച്ചില്ലല്ലോ. നമ്മുടെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്നുള്ള സബ്ജക്റ്റ് പഠിച്ചിട്ടില്ല. മിനിറ്റ് ബൈ മിനിറ്റ് അവിടെ നടന്ന സംഭവങ്ങൾ പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടില്ലാത്ത ഒരു ഓഡിയൻസിനോട് ഞാനിപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമ്പം അവർക്ക് എന്തുമാത്രം മനസ്സിലാവും, കൺവിൻസ് ആവും എന്നുള്ള എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറയാതിരുന്നാലോ? ചില ചോദ്യത്തിന് അങ്ങനെ തന്നെ മറുപടി പറയും. നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, അറിയണമെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഒന്ന് സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിക്ക് ജോയിൻ ചെയ്യാൻ പറയും. അല്ല, വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഇതിപ്പം ഞാൻ പറയാൻ പോവാം. പെസഹായ്ക്ക് 4 റൗണ്ടാണ് വീഞ്ഞും അപ്പവും കഴിക്കേണ്ടത്. ആ 4 റൗണ്ടിനും ഓരോ മീനിങ് ഉണ്ട്.
അത് നമ്മുടെ രക്ഷയുടെ പെർഫെക്ഷൻ എന്നുള്ളതാണ്. ഉം. 4 പ്രാവശ്യം കപ്പ് എടുക്കുമ്പോഴും ഓരോ കപ്പിനും ഓരോ മീനിങ് ഉണ്ട്, ഓരോ വേർഡിന് മീനിങ് ഉണ്ട്. ഉം. ആ മീനിങ് പറഞ്ഞാണ് ആ കപ്പ് ആ പാനപാത്രം വാഴ്ത്തുന്നത്. ഉം. ഈ പാനപാത്രം വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വാഴ്ത്തുന്നു 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 പറയുമ്പോൾ വാഴ്ത്തി അത്രേ നമുക്ക് അറിയത്തുള്ളൂ. ഉം. അതിനപ്പുറം ഒരു സംഗതി നമുക്ക് അറിയത്തേ ഇല്ല. ഉം. ഇത് പഠിക്കാത്തവർ ചെയ്യുന്ന കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോട് പോയി പഠിക്കണമെന്ന് അവരോട് പറയാനും പറ്റത്തില്ല, അവരോട് പഠിക്കാൻ പോകുന്നില്ല. അത് നമുക്ക് വേറെ കാര്യം. ഈ ആദ്യത്തെ 2 പ്രാവശ്യം പിഴിഞ്ഞു കൊടുക്കുമ്പോഴും ഇദ്ദേഹം അവിടെ ഉണ്ട്, ഉം. യൂദ അവിടെ ഉണ്ട്. ഉം. അതിനുശേഷം 3-ാമത്തെ പ്രാവശ്യം ഉം. അപ്പം എടുക്കുക. അപ്പം എടുക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അപ്പം നുറുക്കി ഉം. ഓരോരുത്തരും കൊടുക്കുന്നു. ഉം. നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ്. മേടിക്കുന്ന ആള് ഞാനോ 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 എന്ന് ചോദിക്കുന്നു. ഉം. നീ അല്ലെന്ന് പറയാം. ലാസ്റ്റിൽ യൂദാ ചേട്ടൻ വരുന്നു. ഉം. എല്ലാരും ചോദിച്ചപ്പോൾ പുള്ളി ചോദിക്കാതിരിക്കും പറ്റും. പുള്ളിയുടെ പോക്കറ്റിലാണ് മറ്റേ പൈസ കിലിങ്ങുമാണ്. ഏത് പൈസ ഉം. കൊടുക്കാനുള്ള അത് അനങ്ങി വന്ന് അത് കിലിങ്ങുകയും ചെയ്യും. ഓക്കെ. ഞാനാണോ ചോദിച്ചതാ. എന്നാലും കർത്താവ് കടുപ്പിച്ച് പറയാൻ വിചാരിച്ചില്ല. നീ ആന്ന് പറഞ്ഞു, ഇത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും പുള്ളി അങ്ങ് പരുങ്ങായിരുന്നു. പുള്ളി ഇരുന്നങ്ങ് പരുങ്ങുക. കർത്താവ് അവനോട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. കേട്ടവരെന്ത് വിചാരിച്ചു? സാധുക്ക് എന്തെങ്കിലും സഹായം കൊടുക്കാൻ പറഞ്ഞു വിട്ടതാണ്. പുള്ളിക്ക് സമാധാനമായി. ചില പിള്ളേർ മാമനോട് നേരത്തെ വീട്ടിൽ പോകണമെന്ന് അനുവാദം ചോദിക്കത്തില്ല ക്ലാസ്സിൽ. വരാനൊക്കത്തില്ല, എനിക്കിന്ന് ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഇരിക്കാനൊക്കത്തില്ല, അന്ന് നീ പൊക്കുന്നവർക്ക് സന്തോഷമില്ലയോ? പുള്ളിക്ക് സന്തോഷമായി. പുള്ളി നാട് വിട്ടു. ഇനിയും സീരിയസ് ആയ അടുത്ത സെഷനിലേക്ക് പോകാൻ പോവാണ്. അടുത്ത സെഷൻ എന്ന് പറയുന്നത് നോക്കണേ. അതിന് മുമ്പ് അപ്പം എടുക്കുമ്പോൾ പറയുന്നത്, ഇത് നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടത്തിന്റെ അപ്പത്തിന്റെ ഓർമ്മയാകുന്നു എന്ന് പറഞ്ഞാൽ നുറുക്കൊടുക്കുന്നത്. പാനപാത്രം എടുത്തിട്ട് ഇത് നമ്മുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടത്തിന്റെ പാനപാത്രത്തിന്റെ ഓർമ്മയാകുന്നു, അതാ പറയേണ്ടത്. ഇനി തിരുവത്താഴം തുടങ്ങാൻ പോവാം. അതുവരെ എന്തോ ആയിരുന്നു? പെസഹായിരുന്നു. അവിടുന്ന് നമ്മുടെ കമ്മ്യൂണിലോട്ട് വരിക. അപ്പം എടുത്തു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ് നുറുക്കുകയും ശിഷ്യന്മാരങ്ങ് തകരുക. വാട്ട് ആർ വി ഗോയിങ് ടു ഈറ്റ് the body of our blessed Lord? ഒരു ഭയങ്കര ഇമോഷണൽ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാര്യം അതുവരെയും കർത്താവ് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ പറ്റി പറഞ്ഞ് ആ രാത്രി താൻ ക്രൂശിക്കപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവനെ ഇറക്കി വിട്ടിട്ട് തിരുവത്താഴ് ആരംഭിക്കുമ്പോൾ വെക്കാബിലിറ്റി മാറി. അതുവരെ ഉണ്ടായിരുന്ന ആ റൂമിന്റെ മൂഡ്, അറ്റ്മോസ്ഫിയർ മുഴുവൻ മാറി. അതിനുശേഷം 3-ാമത്തെ കപ്പെടുക്കുന്നു. 3-ാമത്തെ കപ്പെടുത്തിട്ട് ഇത് നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ കഴിച്ച കഷ്ടത്തിന്റെ കണ്ണുനീരിന്റെ ഓർമ്മയാകും, പാനപാത്രത്തിന്റെ ഓർമ്മയാകുമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു. അവിടെയാണ് പുതിയ നിയമത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ശിഷ്യന്മാർക്ക് ഭയങ്കരമായിട്ട് തകർന്നുപോയി. കണ്ണുനീരിൽ കുതിർന്നാണ് ഇവർ ഓരോരുത്തരും എടുക്കുന്നത്. കണ്ണുനീരിൽ കുതിർന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന രീതിയിൽ ധ്യാനിച്ചിട്ട് ഈ ശുശ്രൂഷ നടത്തിയാൽ കണ്ണുനീരിൽ കുതിരാതെ ഒരാൾക്കും ഇത് തൊടാൻ പറ്റത്തില്ല.
ഇപ്പൊ അതിനൊന്നും സമയമില്ലല്ലോ. ചായയും കടവഴയും കഴിക്കുന്ന ലാഘവത്തിലല്ലയോ ഇവരുടെ അടുത്ത് കുടിച്ച് അവൻ തിന്നിട്ട് അങ്ങ് പോവുകയല്ലയോ ആശീർവാദം പറഞ്ഞ. അപ്പം ഈ ശുശ്രൂഷ അതീവ ഗൗരവമാണ്. ഇത് നടക്കുമ്പം യൂദായ്ക്ക് കൊടുക്കത്തില്ലെന്ന് മാത്രമല്ല, യൂദായ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുകയല്ലോ, പിന്നോട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? അവന് ഇരുന്നിട്ടാണ് കൊടുക്കുന്നത്. അവനെ ഇറക്കി വിട്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ ശുശ്രൂഷ കർത്താവ് ചെയ്തത്. ചില എന്നോട് ചോദിക്കും, ഞാൻ ദീർഘവർഷങ്ങൾ പാസ്റ്ററൽ ശുശ്രൂഷ ചെയ്ത ആളാണല്ലോ. എല്ലാ ഞായറാഴ്ചയും ഞാൻ പാസ്റ്റർ ആയിരുന്ന കാലത്ത് 26 ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില എന്നോട് ചോദിക്കും, സാറേ തിരുവത്താഴത്തിൽ നിന്ന് ആരെങ്കിലും മാറ്റിയിരുത്താൻ പ്രമാണമുണ്ടോ? ആരെങ്കിലും മാറ്റിയിരുത്താൻ പ്രമാണമുണ്ടോ? നല്ല കാര്യം. ആദ്യത്തെ തിരുവത്താഴ ശുശ്രൂഷയെ ഇരിക്കാൻ പാടില്ലാത്തവനെ ഇറക്കി വിട്ടിട്ടല്ലേ നടത്തിയത്? ശുശ്രൂഷ തന്നെ. അതിനകത്തിരിക്കാൻ പാടില്ലാത്തവനെ ഇറക്കി വിട്ടിട്ടാണ് തുടങ്ങിയത്. പക്ഷെ ഇപ്പം നമുക്ക് അവൻ്റെ പൈസയും അവൻ്റെ പൊസിഷനും അവൻ്റെ ഗൾഫിൽ നിന്നും അമേരിക്ക കൊണ്ടുവന്ന സാധനങ്ങൾ നമുക്ക് വലുതായതുകൊണ്ട് ഒരിക്കലും അവൻ്റെ കണ്ടുകൂടിയുണ്ടല്ലോ, അവനോട് എടാ മാറിയിടാന്ന് പറയത്തില്ല. അപ്പം രണ്ട് കാര്യം. ഒന്ന്, യൂതായിരുന്നില്ല, ഇരുത്തിയില്ല. എന്തുവാ തെളിവ്? അവിടെ നടന്ന മിനിറ്റ് ബൈ മിനിറ്റ് ഉള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. അതാണ് തെളിവ്. എവിഡൻസ്. രണ്ടാമത്തെ കാര്യം, മാറ്റിയിരുത്താൻ പ്രമാണമുണ്ടോ? മാറ്റിയിരുത്തിയിട്ട് അയോഗ്യനെ ഒരുത്തനെ മാറ്റി ഇരുത്തിയിട്ടാണല്ലോ ആദ്യത്തെ തുടങ്ങിയത്. നിങ്ങൾക്ക് എന്തിനാ വേറെ പ്രമാണം അതിന്? ദാറ്റ്സ് മൈ ഫുൾ ആൻസർ. പക്ഷെ ഇത് കൺവിൻസ് ആകണം നിർബന്ധമില്ല. കൺവിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പഠിച്ച് മിനിറ്റ് ബൈ മിനിറ്റ് ആ ഈവന്റ് മുഴുവൻ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ യൂത അവിടെ ഇല്ല എന്നുള്ള കാര്യം. ഓക്കെ, യെസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിന്റെ 30-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം പ്രതിപാദിച്ചിരിക്കുന്നു, ഞാൻ അവന്റെ അടുക്കൽ ശില്പിയായിരുന്നു. അപ്പോൾ ഈ ശില്പി ആയി അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തി പുത്രനായ ക്രിസ്തുവാണോ അതോ പരിശുദ്ധാത്മാവാണോ? ഓക്കെ, അത് ഈ ട്രിനിറ്റേറിയൻ ഗോഡ് എന്ന സംഗതി അത് നമ്മൾ നല്ലപോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ട്രിയൂൺ ഗോഡ് എന്നുള്ളത്, ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവത്തിൻ്റെ ധാരാളം അനിവാര്യതകൾ, നെസസിറ്റീസ് ഉണ്ട്. വൈ ഗോഡ് ഷുഡ് ബി 3 in 1 എന്നുള്ളത്. വൈ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതിലൊന്ന് റോൾസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഹൈറാർക്കിയാണ്. റോൾസ്, റെസ്പോൺസിബിലിറ്റി, ഹൈറാർക്കി എന്ന് പറയുമ്പം ഓരോരുത്തർക്കും ഒരു പൊസിഷൻ അതിനകത്തുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അവിടെ ഒരു സബ്മിസീവ്നെസ് ഉണ്ട്. പക്ഷെ എന്തില്ല, അവിടെ ഫോഴ്സ്ഫുള്ളായ ഒരു ഇമ്പോസിഷൻ ഇല്ല. ഞാനാണ് പിതാവ്, നീ പുത്രൻ, ഇരണ മര്യാദയ്ക്ക്. അങ്ങനല്ല. പുത്രൻ താനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. പുത്രൻ പിതാവിന്, എൻ്റെ പിതാവിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യത്തില്ല. എന്നോട് ചോദിക്കാതെ നീ സംസാരിച്ചോടാ. പുത്രന് തന്നിൽ തന്നെ അധികാരം പിതാവ് കൊടുത്തിരിക്കുക, പൂർണ്ണ അധികാരം കൊടുത്ത്. യു ക്യാൻ ടേക്ക് ഡിസിഷൻ ബൈ യുവർ സെൽഫ്. മുഴുവൻ ലോകത്തിന് ന്യായം വിധിക്കുക, എന്നോട് ചോദിക്കണ്ട. യു ഡിസൈഡ് ആൻഡ് ഡു ഇറ്റ്. എൻ്റെ അനുവാദം കൊടുത്തിരിക്കുമ്പോഴും പുത്രനോ എൻ്റെ പിതാവിനോട് ചോദിക്കാതെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ ഈ ഹൈറാർക്കിക്കൽ ഓർഡർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഹോൾ ബൈബിളിൽ നിന്നാണ് ഈ ക്രിയേഷൻ എന്ന കൺസെപ്റ്റ് എടുക്കേണ്ടത്. ഹോൾ ബൈബിളിൽ നിന്നാണ്.
എവിടെയെങ്കിലും ഒരു വാക്യവും 1.5 വാക്യവും വായിച്ചിട്ട് കയറി ഇതിൻ്റെ ഉപദേശമൊന്നും പറഞ്ഞു കളയരുത്, ഡോക്ടറൊന്നും പറഞ്ഞു തരരുത്. അത് ഭയങ്കര മിസ്ലീഡിങ്ങാണ്. ഈ ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിക്കുമെന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പിൻ്റെ ഏർലിയസ്റ്റ് ഡോണിൽ പുത്രനായ ക്രിസ്തു ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ ശില്പിയാണ്. ഞാൻ അവൻ്റെ സന്നിധിയിൽ അവൻ്റെ ശില്പിയായിരുന്നു. ഐ വാസ് ഹിസ് ആർക്കിടെക്റ്റ്. ഇത് മുഴുവൻ ഡിസൈൻ ചെയ്യുന്നു. എവിടെ നിന്ന്? ഔട്ട് ഓഫ് അബ്സല്യൂട്ട് നത്തിങ്. ശൂന്യതയിൽ നിന്ന് മുഴുവൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഡിസൈൻ കൊടുക്കുന്നു. ആ പിതാവ് എന്തെന്നറിയാമോ? അബ്സല്യൂട്ട് നത്തിങ്ങിൽ നിന്ന് ഇതിനെ മുഴുവൻ ഇന്ന് കാണുന്നത് പോലെ ഉളവാക്കാൻ പിതാവ് എന്ത് ചെയ്യുന്നു? ഒരു വേർഡ് പറയുന്നു, ഒറ്റ വേർഡ്, യഖീ. വയോമർ എലോഖീം യഖീ ഓർ വയഖീ ഓർ എന്നാണ്. വയോമർ എലോഖീം യഖീ എന്ന് ഒറ്റ വേർഡ് പറഞ്ഞു തീരുകയും അതായത് കംപ്ലീറ്റ് നിലവിൽ വന്നു. ഈ കംപ്ലീറ്റ് നിലവിൽ നിന്ന് ആരാ സാക്ഷികള്? പ്രഭാത നക്ഷത്രങ്ങൾ സാക്ഷിയാണ്. പ്രഭാത നക്ഷത്രങ്ങൾ ആരെ വിളിക്കുന്നത്? ദൂതന്മാരെ. നമ്മുടെ കോളേജിൽ നമ്മളൊരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ നേരത്ത് മന്ത്രി വന്നു ഇത് നാടകം കണ്ടിക്കത്തില്ലയോ? അപ്പൊ അപ്പുറത്ത് ഭയങ്കര പടക്കം പൊട്ടിക്കത്തില്ലയോ? അതുപോലെ പ്രഭാത നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിക്കുക. ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ആകാശത്തെ ഉറപ്പിച്ചു, യഖീ എന്ന് പറഞ്ഞു, കംപ്ലീറ്റ് ചലിക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഇച്ചിരി ഒരു ഇമാജിനേഷൻ്റെ അങ്ങോട്ട് കയറിപ്പോൾ, ഞാൻ അധികം ഇമാജിനേഷൻ എടുക്കാറില്ല, ഓൾഡ് ഭാര്യയുണ്ട്. ഈ പ്രായമായി കഴിഞ്ഞാൽ പിന്നെ വലിയ ഭാവനയൊന്നും കാണത്തില്ല, നമുക്ക് ഉപയോഗിക്കാം. സൂര്യൻ ഫിക്സ് ചെയ്തു, ഓർബിറ്റ് റെഡിയായി, എല്ലാ സ്റ്റാർസും റെഡി. ആ ഓർബിറ്റുള്ളത് നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലുള്ള സൗരയൂഥത്തിനുള്ള മാത്രം റെഡിയായി. ഇനിയും ഒറ്റ വേർഡ് പറയുകയും അതിൻ്റെ മൊബിലിറ്റി ആരംഭിച്ചു, ചലിക്കാൻ ആരംഭിച്ചു. ആ പറഞ്ഞ വേർഡാണ് യഖീ എന്ന്. ഇതങ്ങോട്ട് ചലിക്കാൻ തുടങ്ങുകയും അപ്പുറത്ത് മാലപ്പടക്കം പൊട്ടിച്ച് ആര്? പ്രഭാത നക്ഷത്രങ്ങൾ. ഇനിയും അതിൽ ഒരെണ്ണത്തിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു. ഡിപ്രീസിയേഷൻ സംഭവിച്ച ആർക്ക്? നമ്മുടെ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള വിധാനത്തിനും ഡിപ്രീസിയേഷൻ സംഭവിച്ചു. സോളാർ സിസ്റ്റം അങ്ങനെ നിൽക്കുക, ഇതിന് ഡിപ്രീസിയേഷൻ സംഭവിച്ചു, താഴ്ച സംഭവിച്ചു. എങ്ങനെ? ദൂതന്മാർ പാപം ചെയ്തപ്പം. പക്ഷെ ഈ ഭൂമിയെ വിട്ടുകളയാൻ പറ്റത്തില്ല. അപ്പം തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് വന്നു. എന്നിട്ട് ഒരമ്മ തൻ്റെ മകനെ മുറുകെ പിടിക്കുന്ന പോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, പൊതിഞ്ഞു പിടിച്ചു. ഇതെല്ലാം നമ്മൾ ഹീബ്രു റൂട്ടിൽ പോകുമ്പോഴേ നമുക്ക് ഇങ്ങനെ പറയാനൊക്കത്തുള്ളൂ. എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തില്ല. ഇതൊന്നും മനസ്സിലാകുന്നില്ല സാധാരണക്കാർക്ക്. മനസ്സിലാവുന്ന പ്രതീക്ഷയല്ല ഞാൻ പറയുന്നത്. അപ്പം വറുവാഖ് എലോഖീം മെറഖാപെറ്റ് അൽ ഹഷ്മായീം. വറുവാഖ് എലോഖീം, സൃഷ്ടിച്ചവന്റെ ആത്മാവ്, മെറഖാപെറ്റ്, അമ്മ പൊതിഞ്ഞു പിടിക്കുന്ന പോലെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിരിക്കുക. ആരെ? പാഴും ശൂന്യമായി പോയി ഭൂമിയെ, വെള്ളം കയറി വിരളും നിറഞ്ഞതാ ഈ ഭൂമിയെ നശിച്ചു പോകാതിരിക്കാൻ പിടിച്ചിരിക്കുക. അപ്പം റോൾസ് റെസ്പോൺസിബിലിറ്റി ഹൈറാർക്കീസ് ഓഫ് ദ ട്രിനിറ്റിയിൽ ഉത്തരം ഡിസൈൻ ചെയ്തു ആർക്കിടെക്ട്. പിതാവ് തന്റെ ഒറ്റ വചനത്തിൽ നിന്ന് മനസ്സിലായി.
ഈ കാണുന്ന മുഴുവനും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുളവായി. ഉം. ഏത് വചനം? യഖീ എന്ന വചനത്തിൽ നിന്നുളവായി. ഈ കാണുന്നതിന് മുഴുവൻ ആരാ കെയർ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ്. ആത്മാവ്. നമ്മൾ എഹെസ്കേൽ പ്രവചനം വരെ വരണം അതിൻ്റെ ഫുൾ പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ. ഉം. എഹെസ്കേൽ പ്രവചനം 1-2 അധ്യായങ്ങൾ വായിക്കുക മാത്രമേ ഈ പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. ഉം. പിതാവിൻ്റെ റോൾ എന്താണ്, പുത്രൻ്റെ റോൾ എന്താണ്, പരിശുദ്ധാത്മാവിന് സൃഷ്ടിയിൽ ഉം. ഇവരുടെ 3 പേരുടെ റോൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. ഉം. ദ ഹോൾ ബൈബിൾ എടുക്കണം, ഓക്കെ. അവിടെയും പറ്റത്തില്ല. യു ടു ഗോ ബാക്ക് ടു ദ ഒറിജിനൽ ലാംഗ്വേജ്, ഉം. എഴുതിയ ഹീബ്രു ലാംഗ്വേജിൽ പോകണം. ഉം. ആ പദങ്ങൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മെറഹാപ്പറ്റ് എന്നൊരു വേർഡ് പറഞ്ഞല്ലോ, ഉം. അതൊരു പുരുഷനാണ് ചെയ്യുന്നതെങ്കിൽ മെറഹാപ്പ് എന്ന് പറയത്തുള്ളൂ, ഉം. മെറഹാപ്പ് എന്ന് പറയത്തുള്ളൂ. റഹാപ്പറ്റ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ വാത്സല്യത്തോടെ എന്നാണ്. ഉം. 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 അപ്പൻ കുഞ്ഞിനെ എടുക്കുന്ന അമ്മ കുഞ്ഞിനെ എടുക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, വ്യത്യാസമുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് അല്ലേ? യെസ്. അപ്പം അമ്മയുടെ വാത്സല്യത്തോടെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. കണ്ടോ റെസ്പോൺസിബിലിറ്റി ഡിഫറൻസ്? ആ ഡിഫറൻസ് മനസ്സിലായില്ലേ? പറയും, ഓ അന്നേരം ഇതെല്ലാം ചെയ്തു കൊടുത്ത് ഡിസൈൻ ചെയ്ത് കൊടുത്ത് പരിശുദ്ധാത്മാവില്ലയോ? വാട്ട് ബോധം വാട്ട് പോക്കണം, വല്ല ബോധം പോക്കണം ഉണ്ടെങ്കിൽ ഈ വർത്തമാനം പറയാമോ? That is my explanatory answer. But self-explanatory ആണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഈ 66 പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഹാനോക്കിന്റെ പുസ്തകം എന്നൊരു പുസ്തകം ഉൾപ്പെടുത്താത്തതെന്ന്. സാർ അതിന് വിശദീകരണവും തന്നിരുന്നു. തുടർന്ന് അതിനെപ്പറ്റി അതേ പ്രേക്ഷകൻ തന്നെ ആയിരിക്കാം ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകമോ ഉത്തമഗീതം, ഈ പുസ്തകങ്ങളിലും ദൈവത്തിന്റെ ദൈവവിശ്വാസിയുമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാത്ത പുസ്തകങ്ങളാണല്ലോ എന്ന്. അതുപോലെ തന്നെ യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ ഹാനോക്കിന്റെ വചനം തന്നെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. അതിന്റെ ഒരു വിശദീകരണം ആവശ്യമായ ഒരു ചോദ്യമാണ്. നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഹാനോക്ക് തുടങ്ങാം, ഒന്നിന് പുറകോട്ട്. ഈ യൂദായിൽ നിന്ന് പുറകോട്ട്. യൂദായുടെ ലേഖനത്തിൽ ഹാനോക്കിന്റെ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ടില്ല. അത് ദൈവവചനമല്ല, അത് ദൈവവചനമല്ല. ഹാനോക്കിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ ദൈവവചനമല്ല, ഹാനോക്കിന്റെ പ്രവചനമാണ് കോട്ട് ചെയ്തത്. അത് ഇൻവേർട്ടർ കോമയ്ക്കകത്ത് കോട്ട് ചെയ്യുക. എവിടുന്നാ കോട്ട് ചെയ്തത്? ജെറുസലേം തൽമൂദിൽ നിന്ന്. ജെറുസലേം തൽമൂദിൽ ഹാനോക്കിനെ പറ്റിയും ഹാനോക്കിന്റെ പ്രവചനത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്താണ് യൂദ കോട്ട് ചെയ്തത്. എവിടെ നിന്നല്ല? ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്നല്ല, അത് ദൈവവചനമല്ല. പക്ഷെ തൽമൂദോ വിശ്വസനീയമാണ്. ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അല്ല ഹാനോക്കിനെ യൂദായി കണ്ടെന്ന് പറഞ്ഞ് ഹാനോക്കിന്റെ പുസ്തകം ഒന്ന് ദൈവവചനമാണ് എന്നെടുക്കണമെന്ന് അതിനർത്ഥമില്ല. അടുത്ത കാര്യം, ഒരു കാര്യത്തിൻ്റെ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ്. അപ്പം ഞാൻ ചില ഹ്യൂമറസ് ആയിരുന്നു വൺസ് അപ്പോൺ എ ടൈം. ഇപ്പം പാസ്റ്ററായ ശേഷം ആ പണി നിർത്തിയതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഭാര്യയെ എന്ന് വിളിക്കും. സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ഭാര്യയെ ഭർത്താവ് എന്ന് വിളിക്കാറില്ല. അതിൻ്റെ അർത്ഥമായിട്ട് ഭർത്താവ് അല്ലെന്നാണോ? അതിൻ്റെ അർത്ഥം
അല്ലല്ലോ. അല്ല. നല്ലതിൻ്റെ അർത്ഥം അല്ലേ? ഭാര്യയെ ഭാര്യ എന്ന് അഭിസംബോധന ചെയ്തില്ലെങ്കിൽ അവൾ ഭാര്യ ആകത്തില്ല എന്നാണോ? ഉം. അത് എങ്ങനെ ഇംപ്ലൈഡ് ആയിരിക്കുന്നുള്ളതാണ്. ഉം. ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ. അദൃശ്യ ലക്ഷണങ്ങളാണ്. നിത്യശക്തിയും ദിവ്യത്വവും അത് ഏറ്റവും ഇംപ്ലൈഡ് ആയിരിക്കുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് എസ്തേറിൻ്റെ പുസ്തകം. ഉം. അത് വേദപുസ്തകത്തിന്റെ ഭാഗമാകാതിരിക്കാൻ പറ്റത്തില്ല. ഉം. ഉം. വേദപുസ്തകത്തിന്റെ ഭാഗമാകാതിരിക്കാൻ പറ്റത്തില്ല. ഇംപോസിബിൾ. ഉം. ഇംപോസിബിൾ. അതുകൊണ്ടാണ് അത് വേദപുസ്തകത്തിന്റെ ഭാഗമായത്. അവിടെ ദൈവത്തെ പറ്റി പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുത്തൻ എൻ്റെ ഭാര്യയെ ഭാര്യയെ എന്ന് വിളിച്ചില്ലെന്നുകൊണ്ട് അവള് ഭാര്യ എന്ന് പറയുന്ന പോലെയേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഉത്തമഗീതത്തിലേക്ക് വരാം. ഉം. ഉത്തമഗീതത്തിൽ വരുമ്പോൾ ഉത്തമം നമുക്ക് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇതാരുടെ ഈ വേദപുസ്തകത്തിനകത്ത് ഇത് കൊണ്ടുവന്നത്. ഒന്നാമത്തെ കാര്യം, വീട്ടിലെല്ലാവരും ഇത് വായിക്കാൻ പറ്റത്തില്ല. പല ഭാഗങ്ങളായി ഈ മനുഷ്യന്റെ ശരീരവർണ്ണനെ പറ്റിയുള്ള ഭാഗം വരുന്ന നമുക്ക് എല്ലാവരും ഇത് വായിക്കാൻ ഒക്കത്തില്ല. അതൊരു പ്രോബ്ലമാണ്. ഇതെന്തോ കാര്യത്തിന് ഈ വേദപുസ്തകത്തിനകത്ത് കൊണ്ടുവന്നത്, എന്തോ കാര്യത്തിനാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഹോൾ ബൈബിൾ എന്തുവാണ്? ഹോൾ ബൈബിൾ അതൊരു ലിറ്റിൽ റൊമാൻറ്റിക് സ്റ്റോറിയാ. ലിറ്റിൽ റൊമാൻറ്റിക് സ്റ്റോറിയാ. ഉലകസ്ഥാപനത്തിന് മുൻപ് ഉളവായ ഒരൻപ് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പ് സ്നേഹിച്ച ഒരാൾ നമ്മളെ കണ്ട് സ്നേഹിച്ചു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു. ഞാൻ അവൻ്റെ ഭൂമിയിൽ വിനോദിച്ചു കൊണ്ടിരുന്നു. എൻ്റെ പ്രമോദം മനുഷ്യപുത്രന്മാരോടുകൂടി ആയിരുന്നു. ഒരു പഴയൊരു പാട്ടുണ്ട്, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവൻ തന്നു അല്ലേ? അന്ന് ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് താൻ കണ്ട ആളുണ്ടല്ലോ, അവരെ അന്വേഷിച്ച് ഒരാൾ വരിക ഈ ഭൂമി അല്ലേ? അന്വേഷിച്ച് വരിക. അവരെ കണ്ടു, നിത്യസ്നേഹം കൊണ്ട് വിളിച്ചു. വിളിച്ചിട്ട് എന്തോ ചെയ്തു? ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. എവിടെ കൊണ്ടുപോകുന്നതിന്? തിരിച്ചിറ്റേണിറ്റി കൊണ്ടുപോകുന്നതിന്. ഈ ലവ് സ്റ്റോറിയാണ് ബൈബിൾ എന്ന് പറയുന്നത്, ഈ റൊമാൻറ്റിക് സ്റ്റോറി. നമ്മൾ നോക്കാം, ഏദൻ തോട്ടത്തില് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, തെരഞ്ഞു വരുന്നു, കണ്ടെടുക്കുന്നു, പിതാവിൻ്റെ അടുത്തുകൊണ്ട് കല്യാണം കഴിക്കുന്നു, തിരിച്ച് അവരുമായിട്ട് ഈ ഭൂമി വരുന്നു, പിതാവും ഇറങ്ങി വരുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒരുമിച്ച് അവിടെ താമസിക്കുന്നു. നമ്മളൊരു റൊമാൻറ്റിക് നോവൽ എഴുതി അങ്ങനെ ഇരിക്കും. A boy had fallen in love with a girl. ഒരുപാട് സംഘടനകളിലൂടെ കടന്നു പോകുന്ന അവരുടെ ബന്ധം. In the end, the boy solved all the problems. ബന്ധുക്കളെ കല്യാണം കഴിക്കുന്നു, വീട്ടുകാരെല്ലാം ഒരുമിച്ച് ജീവിക്കുന്നു അല്ലേ? ഈ ലവ് സ്റ്റോറിയുടെ ആർക്കേടൈപ്പ്, അതിന്റെ എന്താണ് പിന്നെ ആർക്കേടൈപ്പ്, കൃത്യം മലയാളം എനിക്ക് മറന്നുപോയി. നമുക്ക് അതിന്റെ സംക്ഷിപ്ത രൂപം അതാണ് എൻറ്റയർ ഏത് ഈ ഉത്തമഗീതം എന്ന് പറയുന്നത്, എൻ്റെ ഒരു എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ ഉത്തമഗീതം എന്ന പുസ്തകം വേദപുസ്തകത്തിൽ എത്രമാത്രം അനിവാര്യമാണ്. സെൻട്രൽ ലവ് സ്റ്റോറിയാണ്. സെൻട്രൽ ലവ് സ്റ്റോറി. ഞാൻ ലിറ്ററേച്ചർ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ.
ഉം. വിശുദ്ധ വേദപുസ്തകത്തെക്കാൾ ഒരു റൊമാൻറ്റിക് ടെക്സ്റ്റ് ഉം. ഒരാൾക്ക് ഭാവനയെ കാണാൻ പറ്റത്തില്ല, ഉം. എഴുതാനും പറ്റത്തില്ല. ദ ബെസ്റ്റ് ഉം. ഓഫ് ദ വെരി ബെസ്റ്റ്. Yeah. അതുകൊണ്ട് ഉത്തമഗീതം ഉം. ഇന്നവിറ്റബിൾ ആണ്. ഉത്തമഗീതമാണ് ബൈബിൾ ഉം. എന്താണ് നമുക്ക് കാണിച്ചു തരുന്ന അതിൻ്റെ ഒരു അതെ. ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. So the Holy Bible is perfect in its own way. It's own Perfect. way, its own way, Yeah. its own way. Yes, that is it. Okay, നമ്മൾ എവിടെ വരെ എത്തും? ആം, ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ സമയമുണ്ടോ? മോഹൻ ധൈര്യമായിട്ട് ചോദിച്ചു. മോഹൻ സമയമുണ്ട്, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യമായിരിക്കും കരുതുന്നു, എനിക്കറിയില്ല. യേശു കർത്താവ് മരിച്ചത് വ്യാഴാഴ്ചയാണോ അതോ വെള്ളിയാഴ്ചയാണോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. കാരണം യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ തന്നെ മനുഷ്യപുത്രനും ഇരിക്കേണ്ടതാകുന്നു എന്ന് വചനത്തിൽ പറയുന്നു. എന്റെ സംശയം, യേശു കർത്താവ് മരിച്ചത് വ്യാഴാഴ്ചയാണോ അതോ വെള്ളിയാഴ്ചയാണോ? വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണെന്നുള്ള സംശയം അല്ലേ? ഗുഡ്. ഈ ഗോഡ്സ് ടൈം സ്കീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദൈവത്തിൻ്റെ ടൈം സ്കീം. ദൈവത്തിൻ്റെ ടൈം സ്കീം എന്നുള്ളത് സ്വർഗത്തിൽ ബേസായ ടൈം സ്കീമാണ്. മാമിപ്പം ലണ്ടനിൽ വരുമ്പോഴാണ്, ഏതായാലും മക്കളൊക്കെ നാട്ടിൽ വരും, നിങ്ങൾ ഒരു ലണ്ടനിൽ ഒരു ഹോളിഡേയ്സിന് വരണം. പൈസയൊക്കെ ഒത്തിരി റിട്ടയർ ചെയ്യുമ്പോൾ കയ്യിലിരിക്കുകയല്ലേ, ചെറിയ ചിലവഴിക്കുന്നുണ്ട് വരുന്നുണ്ട്. ഞാൻ ഇപ്പം എനിക്ക് നടക്കാൻ വയ്യ, പക്ഷെ ഒരാളിനെ വിട്ട് ഞാൻ മോമിനെ ഗ്രീനിച്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വിടാം. ഗ്രീനിച്ച്, അവിടെ ഗ്രീനിച്ച് മെറിഡിയൻ ലൈൻ കാണാം. ആ ഗ്രീനിച്ചിൽ ആ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്. ആ പോയിന്റിൽ ഒന്ന് സൺലൈറ്റ് അടിക്കുന്നതിന് അനുസരിച്ചാണ് AM എന്നും PM എന്നും വേൾഡിന്റെ ടൈം മാറുന്നത്. ആ ലൈൻ അവിടെ ബ്രിട്ടീഷുകാർ ലോകം ഭരിക്കുക, ലോകം മുഴുവൻ അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് മെറ്റാലിക് ലൈൻ വരച്ചിട്ടിരിക്കുകയാണ്. അത് സാങ്കല്പിക രേഖയല്ല, ശരിക്കും മെറ്റാലിക് ലൈൻ വരച്ചിട്ടിരിക്കുകയാണ്. അപ്പം അവിടെ നിന്ന് നോക്കുമ്പോഴേ AM എന്തുവാ PM എന്താന്ന് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മുടെ മനസ്സിൽ രാവിലെ നിന്നും വൈകുന്നേരം, രാവിലെ നിന്നും സന്ധ്യ എന്നുള്ളതാതെ വാട്ട് ഈസ് AM, വാട്ട് ഈസ് PM അറിയണമെങ്കിൽ ഗ്രീനിച്ച് മെറിഡിയൻ ലൈൻ ചെന്നിട്ട് സൺലൈറ്റ് അവിടെ പോയിന്റ് ചെയ്തത് ആ ടൈം ഇങ്ങനെ ഒന്ന് മാറിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ടില്ലാത്ത ഒരാളിനോട് AM എന്താ PM നമ്മൾ പറഞ്ഞാൽ അവനൊരു കുന്തവും മനസ്സിലാകത്തില്ല. എന്നാ മനസ്സിലായിട്ടില്ലെന്നെങ്കിലും മനസ്സിലാകുമോ? അതും മനസ്സിലാകത്തില്ല. പുള്ളിക്ക് മനസ്സിലായെന്നാ. ദൈവത്തിന്റെ ടൈം സ്കീം എന്ന് പറയുന്നത് ഇവിടുന്ന് നോക്കുന്ന ടൈം സ്കീം അല്ല. ദൈവം ഉയരത്തിൽ നിന്ന് ഭൂമിയെ തെക്കൻ പാർക്കുന്ന ടൈം സ്കീമാണ്. ആ ടൈം സ്കീമിൽ ഇറ്റേണിറ്റിയിൽ ഡിസൈൻ ചെയ്ത സെക്കൻഡ് വ്യത്യാസം വരാൻ പാടില്ലാത്ത ഒരു പ്രോഗ്രാമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. ഈ ക്രൂശിക്കപ്പെട്ട കർത്താവ് എന്ന വിഷയം ഞാൻ ഒരാഴ്ച കൊണ്ടാണ് പഠിപ്പിച്ചു തീർക്കുന്നത്. 1 വീക്ക് എടുക്കും. കാരണം ക്രൂശിക്കപ്പെടുന്നതിന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യെരൂശലേം നഗരത്തിൽ വരുന്നത് മുതൽ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നു പറയുന്നത് വരെ മിനിറ്റ് ആഫ്റ്റർ മിനിറ്റ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പുറകെ പോയി പഠിക്കണം. 1 വീക്ക് പഠിച്ചു കഴിയുമ്പോൾ ഒരു സ്റ്റുഡൻറ് എന്നോട് പറയും, സർ, യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയായിരുന്നു. 2, ഉയർത്തെഴുന്നേറ്റത് ഞായറാഴ്ച രാവിലെയായിരുന്നു. 3, വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ശവശരീരം കൊണ്ട് കല്ലറയിൽ വെച്ചു. ഞായറാഴ്ച രാവിലെ ശവശരീരം ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതിനിടയ്ക്ക് 3 രാവും 3 പകലും ഉണ്ടായിരുന്നു. അതാര് പറയും? പഠിച്ച ആള് പറയും.
പഠിച്ചുകൊണ്ട്. സബ്ജക്റ്റ് പഠിക്കാത്തവനോ? ഞാൻ ചോദിച്ചിട്ട് മോൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെ ഹിസ്റ്ററിയും ഫിസിക്സ് ഹിസ്റ്ററിയും ജോഗ്രഫി അല്ലേ? ആ ഫിലോസഫി ക്ലാസ്സിലെ ഒരു ചെറുക്കൻ്റെ അല്ലേ MSc ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഇവന്റെ ആഴ്ച 10ാം ക്ലാസ് കഴിഞ്ഞ് ഫിസിക്സ് ഒന്നും കേട്ടിട്ടില്ല. ഇവൻ ഇതുകൊണ്ട് വരുമോ മാമിന്റെ അടുത്ത്? ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇമ്പോസിബിൾ. അവനോട് കുഞ്ഞെ, നീ ഒന്നേന്ന് പോയി ഫിസിക്സ് പഠിച്ച് എവിടെ വരെ വരണം? MSc വരെ വരണമെങ്കിൽ നിന്നോട് പറഞ്ഞുതരാം. അപ്പൊ ഈ ചോദ്യം ചോദിച്ച ആളിനോട്, ഈ ഉത്തരം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേദപുസ്തകം പൊരുൾ തിരിച്ച് പഠിക്കണമോ? ഇതുപോലുള്ള 100 സമസ്യകളാണ്. കനൻട്രംസ് തന്നെ. കനൻട്രം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് തൊട്ടാൽ ഒരു ചോദ്യത്തിന് മേൽ ഒരു 100 ചോദ്യങ്ങൾ കയറി വരും. ഒരു ശൃംഖലയായിട്ട് കനൻട്രം എന്ന് പറയും. സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇതോടെ ഞാൻ ഇവിടെ ഇത്രേ മറുപടി പറയത്തുള്ളൂ. യെസ്, വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് ശവശരീരം കൊണ്ട് ഇതിനകത്ത് കല്ലറി വെക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യയ്ക്കും ഞായറാഴ്ച രാവിലേക്കും ഇടയ്ക്ക് എങ്ങനെയാണ് 3 രാവും 3 പകലും ഉണ്ടായത് അറിയണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിക്ക് ജോയിൻ ചെയ്ത് മര്യാദയ്ക്കിരുന്ന് ഇതും പോലുള്ള 100 കാര്യങ്ങളും പഠിച്ച് വചനത്തിൽ പ്രാപ്തനാകുമ്പോൾ പിന്നെ ചോദ്യങ്ങളിൽ ഉത്തരവേ ഉള്ളൂ. പഠിച്ചിട്ടില്ലാത്തതിൻ്റെ കയ്യിൽ ചോദ്യങ്ങളേ ഉള്ളൂ, ഉത്തരം പറഞ്ഞ അവനോട്ട് മനസ്സിലാക്കും. ദാറ്റ്സ് ഓൾ ഐ ക്യാൻ ടെൽ യു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ഈ സെഷൻ അവസാനിക്കുമ്പോഴേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ഇങ്ങനെയുള്ള സംശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് മണ്ടത്തരങ്ങൾ കേട്ട് വെറുതെ നിങ്ങളെ തന്നെ ചതിക്കാതെ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡി താഴെ കൊടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ നോക്കണം. അത് മാത്രമേ രക്ഷപ്പെടാൻ ഒരു മാർഗമുള്ളൂ. Okay, thank you once again for the wonderful answer, sir. ഈ സെഷൻ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ടുള്ള നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കമന്റ് ബോക്സിലോ അറിയിക്കുക. ഞങ്ങൾ അത് തുടർന്നുള്ള സെഷനുകളിൽ അതിന്റെ മറുപടി തരുന്നതായിരിക്കും. God bless you. Thank you once again. Bye. Bye-bye.